കൈ പിടിച്ച് ഞാനിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കട്ടയും കൂടെ മടങ്ങും. Yeehaw! What's your name? Jana. Jana. Nice Your to name? meet you. Wi-Fi. Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. Yes. നല്ല പേരും വെച്ചിട്ട് Nice to meet you. അങ്ങനെ വയറിൽ ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ മോൻ. വേറെ വഴിയില്ല എനിക്ക്. പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ എൻ്റെ മാനത്തിനേക്കാളും എൻ്റെ ജീവനാണ് വാല്യൂ കൊടുത്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ്. എനിക്ക് അന്നേരം അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ജന്നത്ത് ഷസ്മിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് കണ്ടന്ററെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുമായിരിക്കും. അവരൊരു ട്രാവൽ ബ്ലോഗറാണ്. ലോകത്തുള്ള വൻ അത്ഭുതങ്ങളെല്ലാം തന്നെ നമ്മളെ ക്യാമറയിൽ പകർത്തി നമ്മെ കാണിക്കുന്ന ഒരു ട്രാവൽ ബ്ലോഗറാണ്. തീർച്ചയായിട്ടും വളരെ പരിചിതമായ മുഖം തന്നെയാണ് അവർ. നമ്മുടെ ലോകാത്ഭുതങ്ങളായ താജ്മഹലും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ പിരമിഡുകളടക്കം ഒരുപാട് കാഴ്ചകൾ നമ്മെ പകർത്തി കാണിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ ഒരു യാത്ര ജോർദാനിലേക്ക് അവിടുത്തെ പെട്ര കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ദുരനുഭവം തീർച്ചയായിട്ടും എവരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സോളോ യാത്ര ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്യന്തികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷയെങ്കിലും ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ സ്ത്രീക്ക് അനുഭവപ്പെട്ടതുപോലുള്ള ദുരനുഭവം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിങ്ങൾ ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാത്ത നാടാണ്, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാത്ത വഴികളാണ്, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കറിയാത്ത ഭാഷകളായിരിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം അവർ മുതലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും ഇത്തരം യാത്രകൾ കഴിയുന്നതും നിങ്ങൾ ഒഴിവാക്കുകയും നിങ്ങളുടെ സുരക്ഷയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നിങ്ങൾ കൂടെ കൂട്ടുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളോ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചാനലിൻ്റെ റീച്ചും കുറയാൻ വേണ്ടി പോകുന്നില്ല. ഈ സ്ത്രീക്കുണ്ടായ അനുഭവം ഒരിക്കലും മറ്റൊരാൾക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. നമുക്ക് ആ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് കാണാം. എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചത്, എവിടെ വെച്ചാണ് അവർക്ക് പേച്ചത്, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. കൈ പിടിച്ച് ഞാനിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കട്ടയും കൂടെ മടങ്ങും. നോക്കിക്കേ, എൻ്റെ കൈയിൻ്റെ അടപ്പിളകി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പെയിന്. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ പോകുമ്പം നല്ല സുഖമാണ്. കാഴ്ചയൊക്കെ കണ്ടു പോകാൻ ഭയങ്കര രസമല്ലേ കാണാൻ. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ. Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. Yeehaw! What's your name? Jana. Jana. Nice Your to name? meet you. Wi-Fi. Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. Yes. നല്ല പേരും വെച്ചിട്ട് Nice to meet you. അങ്ങനെ വയറിൽ ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ മോൻ. വേറെ വഴിയില്ല എനിക്ക്. പക്ഷേ ഈ ഒരവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലതായിരിക്കണമെങ്കിൽ ഞാൻ ചെറുട്ട് പൊളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ Look, the side behind you. Look there. Look to the sun. Look.
എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് അറിഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ്. ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം. ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്താ സംഭവിച്ചെന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എൻ്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഈ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കാണും. പുരാതനമായ കല്ലിൽ കൊത്തിയ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ അവിടെ കഴുതപ്പുറമാണ് അത് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അവിടെ ഇലക്ട്രിക് വണ്ടികളെല്ലാം ഉണ്ട്, അതിൽ പോയാൽ പെട്ടെന്ന് എത്തുവാനും സാധിക്കും. ഏതായാലും 10 ദിനാറോ മറ്റോ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ആ മാർഗം തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ആ ഒരു ഗൈഡ് അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ആളും മനുഷ്യനും ഒന്നുമില്ലാത്ത വിജനമായ ഒരു പ്രദേശത്ത് കൂടിയാണ് അവർ യാത്ര പോകുന്നത്. അവർക്കുണ്ടായ അനുഭവം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു കാണും. എത്ര ഭയാനകമാണ്, എങ്ങനെയാണ് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുക എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഇത്രയ്ക്കും ഡേഞ്ചറായ ഒരു സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ സോളോ ട്രിപ്പ് നടത്തുന്ന സമയത്ത് ഇത്തരം യാത്രകൾ നിങ്ങൾ ഒരിക്കലും അവനെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ പുറത്ത് കയറാൻ വേണ്ടി പാടില്ല. തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ വാക്ക് ചെയ്താണോ വരിക എന്ന് നിങ്ങൾ ചോദിച്ച സമയത്ത് അദ്ദേഹം മിണ്ടാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള ഉത്തരങ്ങളെല്ലാം തേടിയതിന് ശേഷം ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമായിരിക്കണം അത്തരം യാത്രകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കുയിലേക്ക് പോയി സ്വയം ചാടുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായും അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരം അനുഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾ സേഫായ സ്ഥലത്തെത്തിയതിനു ശേഷം തീർച്ചയായിട്ടും നിങ്ങളൊരു പോലീസിനെ കോൾ ചെയ്യുകയും അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് അറിയിക്കുകയും നിങ്ങൾ ചെയ്യണം. അത് നിങ്ങളുടെ ഭാഗത്തുണ്ടായ ഒരു തെറ്റാണ്. കാരണം നാളെ വേറെ ഒരു സഞ്ചാരിക്കും ഇതേ ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ തീർച്ചയായിട്ടും മാനത്തിനെക്കാട്ടിലും വലുത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവനാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത ആ ഒരു നടപടിയെ തീർച്ചയായിട്ടും ഞാൻ പിന്തുണയ്ക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ ഒരു തെറ്റ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് ശരിക്കും എനിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നത് എന്നും തീർച്ചയായിട്ടും ഇനിയൊരാൾക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ അനുഭവം തുറന്നു പറയുന്നുണ്ട്. നമുക്കതുകൂടി കാണാം. വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ വാദി മൂസ എന്നുള്ളൊരു സ്ഥലത്താണുള്ളത്. ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഭാഷകളായിരുന്നു, എന്നിരുന്നാലും സേഫായിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ എൻ്റെ മാനത്തിനേക്കാളും എൻ്റെ ജീവനാണ് വാല്യൂ കൊടുത്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ്. എനിക്ക് അന്നേരം അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താണെന്നുള്ളത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. കുറേ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആളും പേരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെയും വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫിൽ എന്താ നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ മാക്സിമം കരയാതെ, ഇതുവരെയ്ക്കും ഞാൻ എവിടെയും കരഞ്ഞൊരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് കരഞ്ഞിട്ട് ആരടുത്തും ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല. ഞാൻ ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, എസ്പെഷ്യലി ട്രാവലിങ്ങിനിടയിൽ. ഞാനൊരു കാര്യം ഉറപ്പിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ ഇനി ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തില്ല. ഞാൻ ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര വലിയ വിഷമത്തോടെയാണ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. എനിക്ക് ഇത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസൊക്കെ തരണം ചെയ്ത് വന്നിട്ടുണ്ട്. ഇതും ഞാൻ ഓവർകം ചെയ്യും. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനുള്ള ലൈഫല്ല. ഞാൻ ഒരുപാട്
പോരാടിയാണ് ഇവിടെ വരാം. ഈ ദിവസം വരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ അത്ര ഈസി അല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ലൈഫ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതൊന്നും ആർക്കും മനസ്സിലാവില്ല. നമ്മൾ എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടാവുക. നമ്മളെ സങ്കടമൊന്നും എവിടെയും കാണിക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഇത് മനഃപൂർവ്വം കാണിക്കണമെന്ന് വിചാരിച്ചതല്ല. ഇതൊക്കെയും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ നിങ്ങൾ അറിയണം. അപ്പോൾ ജന്നത്ത് ഷസ്മിൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അവർ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അവർ പറയുകയാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് ലോകത്ത് മറ്റൊരിടത്തും യാത്ര ചെയ്യുകയില്ല എന്ന് പറയുകയാണ്. അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. നിങ്ങൾ സോളോ ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയ ഏരിയകളിലൂടെ ഒരിക്കലും നിങ്ങൾ യാത്രകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പാടില്ല. കാരണം നിങ്ങൾക്കറിയാത്ത വഴികൾ, അറിയാത്ത സഞ്ചാരികൾ, അറിയാത്ത ഭാഷകളെല്ലാം തന്നെ അവിടെ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അവർ അത് മുതലാക്കുകയും ചെയ്യും. അത് തന്നെയാണ് അവൻ അവിടെ ചെയ്തത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം വീഡിയോകളും അതുപോലെ തന്നെ ട്രാവൽ ബ്ലോഗുകളും എല്ലാം ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കണ്ടൻറ്റും അതുപോലെ തന്നെ വൈറലാവാനുള്ള നിങ്ങളുടെ ആഗ്രഹവും അതുപോലെ തന്നെ ലോകം കാണാനുള്ള ഇതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ നിങ്ങൾ ഏതായാലും വെക്കണം. കാരണം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ മാനവും നമ്മുടെ ജീവനും ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും നമ്മൾക്ക് ഒരുപാട് വീഡിയോ ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങൾ കാണാനും എല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഒരു നിമിഷമായ ഒരു അശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാനം പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില ആൾക്കാർക്കൊന്നും ഒരിക്കലും റിക്കവർ ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുകയില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ തീർച്ചയായിട്ടും നേടുന്ന സമയത്ത് നിങ്ങളെ കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽപ്പെട്ട ദുരനുഭവം ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളെ പിന്താങ്ങാനും അതുപോലെ തന്നെ നിങ്ങളുടെ പുറകിൽ ഉറച്ചു നിൽക്കാനും നിങ്ങളുടെ ഭർത്താവ് അടക്കമുള്ള തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ഉണ്ടാവുകയില്ല. അത്തരത്തിൽപ്പെട്ട അനുഭവം നിങ്ങൾക്ക് ഉണ്ടായാലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഇത്തരത്തിൽ സോളോ യാത്ര ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് അവരുടെ സുരക്ഷയെങ്കിലും ഉറപ്പാക്കിയതിന് ശേഷമുള്ള യാത്രകളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം, ബൈ.